ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെയ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ. എനിക്ക് ഈ നെയ്പത്തിരി ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഈ ഇടയ്ക്ക് ഞങ്ങളൊരു ഫംഗ്ഷന് പോയപ്പോഴായിരുന്നു ഈ നെയ്പത്തിരി കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് നോക്കി ഞാൻ കുറച്ച് ട്രൈ ചെയ്തു. അപ്പോൾ സൂപ്പറായിരുന്നു. അങ്ങനെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഈ നെയ്പത്തിരി തയ്യാറാക്കി ചിക്കൻ കറിയും വെച്ചു. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കിയെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാവേ. അതിനായിട്ട് ഞാൻ ആദ്യമേ അരി നമുക്ക് കുതിർക്കാനിടണം. ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പം 2 കപ്പ് പുഴുക്കലരി എന്ന് പറഞ്ഞാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ പുഴുക്കലരി ഉണ്ടല്ലോ, വെളുത്ത കളറിൻ്റെ, അത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് ഇത്, പച്ചരി അല്ല ഇത് നന്നായിട്ട് 5-6 പ്രാവശ്യം കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മളൊരു 5 തൊട്ട് 6 മണിക്കൂർ ഈ അരി കുതിർക്കാനായിട്ട് വെക്കണം. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് ഇത് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണേ. ഇപ്പം അരി ഞാൻ കുതിർക്കാനിട്ടിട്ട് 6 മണിക്കൂർ കഴിഞ്ഞു. ഞാനിപ്പം ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന അരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പം നമ്മൾ തീരെ നൈസായിട്ട് ഇത് പൊടിക്കരുത്. നമ്മളുടെ ഒരു പുട്ടുപൊടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കുറച്ച് തരിയായിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇതുകൊണ്ട് എല്ലാം ഞാനിങ്ങനെ പൊടിച്ചെടുത്തൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ, 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാനൊരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള, എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലായിരുന്നത് കാരണം ഞാൻ സവാള ചേർത്തു. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി. 1/2 സ്പൂണ് പെരിഞ്ജീരകം ഇതും കൂടെ ചേർത്തിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ ഇതൊന്ന് ഒതുക്കിയെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അരിയുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 2 സ്പൂണ് അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടി 2 സ്പൂണ് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ ആദ്യം ഉപ്പാണ് ചേർത്തത്. ഉപ്പും അത് കഴിഞ്ഞപ്പോൾ 2 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട്, വെള്ളം ഒന്നും ചേർക്കാതെ കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മൾ അരിപ്പൊടിയും ഉപ്പും ചേർത്തല്ലോ, അതെല്ലായിടത്തും, പിന്നെ ആ തേങ്ങയുടെ കൂട്ടും എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവണം. ഇത് കണ്ടോ, ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ ഉരുട്ടിയെടുത്ത ഉണ്ടയാകുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അരിയിൽ കുറച്ച് തണുപ്പുണ്ട്, പിന്നെ നമ്മൾ ആ തേങ്ങയും സവാളയും കൂടി അരച്ച് ചേർത്ത് നല്ലത്. ഇങ്ങനെ ഇത്രയും മിക്സ് ചെയ്ത് കഴിയുമ്പം കുറച്ച് വെള്ളം ഇതുപോലെ നമ്മളൊന്ന് തളിച്ച് കൊടുത്തിട്ട്, ഇനി വെള്ളമേ ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. കൈകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത്, നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ ഉരുട്ടി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും വെള്ളം ചേർക്കാതെ, പക്ഷെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്തിട്ട് ഇനിയാണ് നമ്മളൊരു കുറച്ച് നേരം നന്നായിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഈ മാവിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഈ മാവ് എത്ര സോഫ്റ്റ് ആകുന്നോ അത്രത്തോളം സോഫ്റ്റായി കിട്ടും നമ്മുടെ പത്തിരിയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ട് ഈ ചപ്പാത്തിയുടെ മാവൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് മാവ് സോഫ്റ്റായി കഴിയുമ്പോൾ കൈയൊന്ന് പതുക്കെ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് ഇതെല്ലാം നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടുമ്പോൾ നമ്മൾ തീരെ ചെറുതായിട്ട് ഉരുട്ടരുത്. ഒരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉരുട്ടുമല്ലോ, അപ്പോൾ കുറച്ച് കനത്തിൽ വേണം നമ്മളിത് ഈ പത്തിരി തയ്യാറാക്കാനായിട്ട്. അതിന് കുറച്ച് കൂടുതൽ മാവെടുത്ത് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെയൊക്കെ പരുവത്തിൽ നമ്മൾ എടുക്കണം. ഇതുകൊണ്ട് ഇത് ഞാൻ എല്ലായ്പ്പോഴും ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് ബാഗ് എടുക്കാം. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പ്രസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് പ്രസ് ചെയ്തെടുത്താലും മതി. ഇപ്പം നടുക്കൊന്ന് കുറച്ച് എണ്ണ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ മാവെടുത്ത് കവറിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒരു അടപ്പോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ വെച്ചിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സൈഡൊന്നും അത്ര ഷേപ്പ് ആയിട്ടില്ല. ഞാനിപ്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം വലുത് വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്ക് സൈഡൊക്കെ നന്നായിട്ട് വരും. ആദ്യമേയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ അത്ര നന്നായിട്ട് സൈഡൊന്നും വരില്ല. ഇത് കണ്ടോ, എത്ര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പത്തിരി. ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ, ഇതിലും തീരെ കനം കുറഞ്ഞ് പോകരുത്. അപ്പം ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ആക്കി വെക്കാം. ഇത് കണ്ടോ, എത്ര നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കി എല്ലാം തയ്യാറാക്കാൻ പോവാണ്. ഇത് കണ്ടോ, എല്ലാം സൂപ്പറായിട്ട് ഞാൻ ഇതുപോലെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. ഇനി ഒന്ന് എണ്ണ നന്നായിട്ട് ചൂടാവണം.
നന്നായിട്ട് ചൂടായിട്ട് ഫുൾ ഫ്ലെയിമിലുള്ളപ്പോൾ തന്നെ നമ്മുടെ പത്തിരി നമ്മൾ എണ്ണയ്ക്കകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തുടരുത്. ഒരു 2-3 സെക്കൻഡ് ഇങ്ങനെ തന്നെ അത് കിടക്കണം. കുറച്ച് തിക്കുണ്ടല്ലോ നമ്മുടെ പത്തിരി. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഇതുപോലെ നന്നായിട്ട് നമ്മുടെ പത്തിരി ഉണ്ടല്ലോ പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ ഇതുപോലെ പൊങ്ങി വരും. അത് കഴിയുമ്പോൾ നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ആ ഉള്ളിലൊക്കെ വെന്ത് കിട്ടണം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പം നമുക്ക് ഈ പത്തിരി എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ്, ടേസ്റ്റും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ പറയണ്ട, വെജിറ്റബിൾ സ്റ്റൂവോ. ഞാനിപ്പം കുറച്ച് ചിക്കൻ കറി ഡിന്നറിന് വേണ്ടിയിട്ടായിരുന്നു ഈ പത്തിരി തയ്യാറാക്കിയത്. കുറച്ച് ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. ഇതുണ്ട് സൂപ്പർ. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പം ഇത് സൂപ്പർ പത്തിരിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ. അപ്പോൾ ഇനി ഒരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.